അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, മക്കൾ നന്നാവാനുള്ള അതിമനോഹരമായ 3 പ്രാർത്ഥനകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഈ പ്രാർത്ഥനകൾ പതിവാക്കിയാൽ സ്നേഹമുള്ള, പറഞ്ഞതനുസരിക്കുന്ന, ദീനുള്ള, നിസ്കരിക്കുന്ന മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. ഏതൊരു മാതാപിതാക്കളുടെയും ആഗ്രഹമാണ് പറഞ്ഞതനുസരിക്കുന്ന മക്കൾ. കാരണം നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത്രമേൽ ക്രൂരമാണ്. മാതാപിതാക്കളെ കഴുത്തറുത്തു കൊന്ന മകന്റെ കഥ, സഹോദരങ്ങളെ കൊന്നുകളയുന്ന മകന്റെ കഥ, ലഹരിക്കും മദ്യത്തിനും അടിമപ്പെട്ടു പോയ പുതിയ തലമുറ, അവയ്ക്കിടയിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മാതാപിതാക്കളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ പറഞ്ഞതനുസരിക്കുന്ന, ദീനുള്ള, നിസ്കരിക്കുന്ന മക്കളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹു നൽകിയ വലിയൊരു അമാനത്താണ് നമ്മുടെ മക്കൾ, വലിയ അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ. അവരെ നല്ല രൂപത്തിൽ വളർത്തേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. നല്ല മക്കളായി കഴിഞ്ഞാൽ ഇഹലോകത്തും പരലോകത്തും നമുക്ക് ഗുണമാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ പറയുന്നുണ്ട്, ഇദാ മാത ഇബ്നു ആദം, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇൻഖതഅ അമലുഹു, അവന്റെ എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു പോകുന്നു. ദുനിയാവുമായി പിന്നെ യാതൊരു ബന്ധവുമില്ല. ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങൾ ഒഴികെ. ഒന്ന് സ്വദഖത്തിൻ ജാരിയ, ഒന്ന് ജാരിയായ സ്വദഖയാണ്. ഔ ഇൽമി യുൻതഫഉ ബിഹി, മറ്റൊന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത ഉപകാരപ്രദമായ അറിവാണ്. മൂന്നാമത്തത് ഔ വലദിൻ സ്വാലിഹ്, സ്വാലിഹായ സന്താനമാണ്. യദ്ഉ ലഹു, മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ദുആ ഇരക്കുന്ന മകൻ അല്ലെങ്കിൽ മകൾ. നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിന്റെ പുറത്ത് വന്ന് ഓരോ വെള്ളിയാഴ്ചയിലും ഫാത്തിഹ ഓതിയിട്ട്, യാസീൻ ഓതിയിട്ട്, അല്ലാഹുവേ എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, എൻ്റെ ഉമ്മാക്ക് മാപ്പ് നൽകണേ അല്ലാ. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിയിലേക്ക് ഓരോ വഖത്തിലും പോകുന്ന മകനെ കാണുമ്പോൾ ഉമ്മാക്കും ബാബാക്കും എന്ത് സന്തോഷമാണ്. ദീനീ ചിട്ടയിൽ നടക്കുന്ന, അനുസരണയുള്ള, അച്ചടക്കമുള്ള മക്കളെ കാണുമ്പോൾ മാതാപിതാക്കൾക്ക് എന്തൊരു സന്തോഷമാണ്. അങ്ങനെ സന്തോഷിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ഇന്ന് പറയുന്ന 3 പ്രാർത്ഥനകൾ, ഈ പ്രാർത്ഥനകൾ പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കൾ മനോഹരമായ മക്കളായി തീരും. അനുസരണയുള്ളവരാകും, സ്നേഹമുള്ളവരാകും, മാതാപിതാക്കളെ സ്നേഹം കൊണ്ട് പൊതിയുന്നവരാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ആമീൻ എന്ന് കമന്റ് ചെയ്യുക. അല്ലാഹു സ്വീകരിക്കട്ടെ. ആദ്യം നമ്മൾ അറിയേണ്ടത് ഈ പ്രാർത്ഥന എപ്പോൾ ചൊല്ലണം, എത്ര തവണ ചൊല്ലണം എന്നതാണ്. ഇത് പതിവാക്കേണ്ട പ്രാർത്ഥനയാണ്. എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം വേണമെങ്കിൽ അങ്ങനെ ചെല്ലാം, അല്ലെങ്കിൽ ഒരു നിസ്കാരത്തിന് ശേഷം വേണമെങ്കിൽ അങ്ങനെ ചെല്ലാം. എപ്പോഴാണോ നമുക്ക് താല്പര്യമുള്ളത്, എപ്പോഴാണോ നമുക്ക് സമയമുള്ളത്, ആ സമയത്താണ് ചൊല്ലേണ്ടത്. സുബഹിക്ക് ശേഷമാണെങ്കിൽ അങ്ങനെ, ളുഹറിന് ശേഷമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും ദാനം ചെയ്തതിന് ശേഷമാണെങ്കിൽ, എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്ത ശേഷമാണെങ്കിൽ, പ്രാർത്ഥനക്കുത്തരമുള്ള സമയം എപ്പോഴൊക്കെ ഉണ്ടോ അപ്പോഴൊക്കെ ചൊല്ലാവുന്ന പ്രാർത്ഥനകളാണ്. ഈ പ്രാർത്ഥന പതിവാക്കുക എന്നതാണ്. എത്ര തവണ വേണമെങ്കിലും നമുക്ക് ചൊല്ലാം. എങ്കിലും ഒരു കൃത്യമായ എണ്ണം, 3 എണ്ണം അല്ലെങ്കിൽ 7 എണ്ണം അല്ലെങ്കിൽ 11 തവണ, ഇങ്ങനെ നമുക്ക് ചൊല്ലാൻ കഴിയുന്ന അത്ര എണ്ണം തിരഞ്ഞെടുത്ത് എല്ലാ ദിവസവും ഇത് പതിവാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, ഒന്നാമത്തെ പ്രാർത്ഥന, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. പരിശുദ്ധ ഖുർആനിലുള്ള ഒരു ആയത്തിന്റെ ഭാഗമാണ്. അല്ലാഹുവേ, എനിക്ക് സ്വാലിഹത്തായ സന്താനത്തെ നൽകണേ അല്ലാ. ഇത് ഖുർആനിലുള്ളൊരു പ്രാർത്ഥനയാണ്. ഇതിങ്ങനെ പതിവാക്കുക. 3 പ്രാർത്ഥനയും ഒരുമിച്ച് ചൊല്ലണമെന്നില്ല. ഏതെങ്കിലും ഒരു പ്രാർത്ഥന, ഇഷ്ടപ്പെട്ട ചെറിയ ഒരു പ്രാർത്ഥന തിരഞ്ഞെടുത്ത് അത് പതിവാക്കിയാൽ മതി. ഇനി രണ്ടാമത്തെ പ്രാർത്ഥന, റബ്ബിജ്അൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി, റബ്ബിജ്അൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി. അല്ലാഹുവേ, എന്നെയും എൻ്റെ മക്കളെയും നിസ്കാരം നിലനിർത്തുന്ന നല്ല മക്കളാക്കണേ അല്ലാ. ഇതാണ് രണ്ടാമത്തെ പ്രാർത്ഥന. ഇനി മൂന്നാമത്തെ പ്രാർത്ഥന, അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദുർരിയതി, അല്ലാഹുവേ എൻ്റെ മക്കളെ നന്നാക്കണേ അല്ലാ.
എൻ്റെ മക്കളെ നന്നാക്കി തരണേ അല്ലാ. ഈ പ്രാർത്ഥനകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ ഈ പ്രാർത്ഥനയുടെ ഫലമായി എന്തെങ്കിലും ഗുരുത്തക്കേടുകൾ നമ്മുടെ മക്കൾ കാണിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോശമായ വഴിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എങ്കിൽ അതിനൊക്കെ തടയിടാൻ കഴിയുന്ന മനോഹരമായ പ്രാർത്ഥനകളാണ്, അള്ളാഹുവിൻ്റെ വചനങ്ങളുള്ള പ്രാർത്ഥനകളാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ. പറഞ്ഞതനുസരിക്കുന്ന മക്കളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.